എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടാഫ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. പഹൽഗാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. ആദ്യമായി തന്നെ അതിൽ ജീവൻ നഷ്ടപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് വഴി ഇതിൻ്റെ സംവിധാനം, ഇതിൻ്റെ ഈസി വേയിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെ ഇവർക്കുണ്ടായി? 100% ഇത് നമ്മുടെ സൈഡിൽ നിന്നുള്ള പിഴവ് തന്നെയാണ്. അമിത്ഷായോട് ഞാൻ കേൾക്കുകയാണ്, രാഷ്ട്രീയമായി നിങ്ങൾ വലിയ കഴിവൊക്കെ ഉള്ള ആൾക്ക് എന്താണ്, പക്ഷേ ചില ഭാഗങ്ങൾ നിങ്ങളുടെ കഴിവുകേടിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു തുറസായ സ്ഥലത്ത് ടൂറിസ്റ്റുകൾ പോകുമ്പോൾ അവിടെ ആദ്യമേ സുരക്ഷ ഒരുക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ, ഭരണകൂടത്തിൻ്റെ കടമയല്ലേ? അവിടെ നിങ്ങൾ വലിയ പാളിച്ചയാണ് വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മകൾക്ക് അമ്മായിമ്മയ്ക്ക് പ്രസവനും മകൾക്ക് വീണവായനെന്ന് പറഞ്ഞ രീതിയിലേക്ക് ഞാൻ കടക്കുന്നത് ഇപ്പോൾ അങ്ങനെ പറയേണ്ട സമയമല്ല. അത് പോട്ടെ. പക്ഷേ ഇനി എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾ ടൂറിസ്റ്റുകളെ എവിടേക്കെങ്കിലും എവിടെയെങ്കിലും പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പ് അവിടെ സുരക്ഷാ വലയം നീട്ടുക. സുരക്ഷാ വലയം ആയതിന് ശേഷം സുരക്ഷയിലായിരിക്കണം ടൂറിസ്റ്റുകളെ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കേണ്ടത്. ഞാൻ ഒരു പട്ടാളക്കാരന് ഡിഫൻസിൽ നിന്നാണ്. ഞങ്ങൾ അതിദുർഘടമായ ഒരുപാട് മേഖലകളിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതെ സുരക്ഷിതം വളരെ ഉള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റിയത്. ഏതാണ്ട് ഞാൻ മുൻപും സൂചിപ്പിക്കുന്നത്, ഞാൻ നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ സർവീസ് ചെയ്യുമ്പോൾ, സേവനം അനുഷ്ഠിക്കുമ്പോൾ, ഞങ്ങൾ ദിമാപൂരിൽ നിന്നും ഏതാണ്ട് കോഹിമ വരെ കോൺവായി പോകുമ്പോൾ ഞങ്ങളുടെ കോൺവായി കടത്തി വിടുന്നതിന് കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 8 മണിക്കൂർ മുമ്പേ അവിടെ സുരക്ഷാ സന്നാഹം 2 സൈഡിലും വിപുലീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര ആകുന്നത്. ഇതേപോലുള്ളൊരു സംവിധാനം എന്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല? അതുകൊണ്ട് കൂട്ടക്കുരുതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റ്സിനെ ഇതിൻ്റെ ഉള്ളിൽ കയറി അനായാസം ആൾക്കാരെ കൊന്നൊടുക്കാനുള്ള സാഹചര്യം ഇനിയെങ്കിലും ഉണ്ടാക്കാതിരിക്കുക. എവിടെയൊക്കെ സുരക്ഷ പാളിച്ചുണ്ടോ അവിടേക്ക് ടൂറിസ്റ്റിനെ അയക്കാതിരിക്കുക. സുരക്ഷ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം, അത് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം, ശരിയായ സുരക്ഷാ വലയം തീർത്തതിന് ശേഷം മാത്രം ടൂറിസ്റ്റുകളെ അങ്ങടേക്ക് അയക്കുക. വളരെ നാണം കെട്ട ഏർപ്പാടാണ്. ഇനി തീർച്ചയായിട്ടും ഇതിന് മറുപടി കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇതിനോടൊപ്പം ഈ അമിത്ഷായോട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ഈ ഇന്ത്യയുടെ അകത്തുള്ള സുരക്ഷിത കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിച്ചതുപോലെ അവിടെ ഇത്രയും ജീവനെ പിടഞ്ഞു മറിഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിൽ ഇങ്ങേയറ്റം നിങ്ങളുടെ ബി ടീം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ടല്ലോ, ഭരണ സംവിധാനം, അവരുടെ വാർഷികം അടിച്ചു പൊളിച്ച് കിടക്കുകയാണ്. അതായത് AC കൂടാരങ്ങൾ അവരുടെ ആർഭാടവും ബഹളങ്ങളും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അവിടെ മനുഷ്യൻ പിടഞ്ഞു വീണ് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ആഘോഷത്തിന് ഒരു പഞ്ഞമില്ല. ഇതാണ് നിങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം. അവിടെ എത്ര ഈ പാകിസ്ഥാൻകാർ ഈ വാർഷികത്തിലൊക്കെ വന്ന് കണ്ടുപോകണമെന്ന് ആർക്കൊന്നും അറിയില്ല. അതുമല്ല, ഇപ്പം മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത്, ഈ വാർഷികം തുടങ്ങി അന്നു മുതൽ ഈ എന്താ പറയുക, മയക്കുമരുന്നിൻ്റെ കടത്തുകൾ ഇപ്പോൾ കൂടി. കാരണം മയക്കുമരുന്ന് കണ്ടുപിടിക്കേണ്ട ഉദ്യോഗസ്ഥരെല്ലാം ആ AC കൂടാനും സംരക്ഷിക്കാനും നിർത്തിയ ഈ വഴിനീളം സ്ഥാപിച്ച ബോർഡുകൾക്ക് സെക്യൂരിറ്റി നിൽക്കാനും ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അവിടെ ഇട്ടേക്കുന്ന ചെയറിൽ ആളില്ല. അത് നിറയ്ക്കാൻ വേണ്ടിയുള്ള നേതാക്കന്മാരെയും അതിൻ്റെ ഉള്ളിൽ ഉള്ള സൗകര്യത്തിന് വേണ്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ അതിലുപരിയായി എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പിന്നെ വേറൊരു നമ്മുടെ ഒരു കേരളത്തിലെ പുതിയ ആളുണ്ട്, ഇതിൽ എന്താ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്ര ആൾക്കാരെ കൊല്ലാക്കൊല ചെയ്തതിന് ശേഷം ഇവിടെ ഈ വാർഷികത്തിന് നിങ്ങൾ ദൂരെ നിന്ന് താളം പിടിക്കുന്ന സ്വഭാവം ഒന്ന് നിർത്തിവെക്കുക. മോശമാണ്, നാണക്കേടാണ്. ഇങ്ങനെയൊക്കെയല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ
ആ മന്ത്രിയോടൊന്ന് പറഞ്ഞുകൂടെ, നിങ്ങൾ 2 ദിവസമെങ്കിലും ഒന്ന് നിർത്തിവെക്കൂ ഈ ആഘോഷങ്ങൾ. രാജ്യം ഇത്ര മോശമായ ഒരു സ്ഥിതിയിലേക്ക് മാറിപ്പോയി. ഭീകരർ വന്ന് ഇവിടെ പാവം പിടിച്ച മനുഷ്യനെ കൊന്നടുക്കി. ഇവർക്കെന്ത് ഇന്ന് തന്നെ ഈ ആഘോഷം നടത്തിയേ പറ്റൂ? ഇതെന്താ ഇടിഞ്ഞു പോകും? ഒന്നുമില്ല. ആരൊക്കെ ഉണ്ടാക്കിയതിനെ കുറച്ച് ഫ്ലെക്സ് ബോർഡും അതെല്ലാം കൂടെ ഒരു കൂട്ടിൻ്റെ കുത്തിക്കയറ്റി ഇയാളെപ്പറ്റി മഹത്വം പ്രസംഗിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യം, അതിനുള്ള കുഴലൂത്ത് നടത്തുന്നത് വി.ഡി. സതീശനും ചന്ദ്രശേഖരും ഒക്കെ ആണല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് ആ മന്ത്രിയോടൊന്ന് പറഞ്ഞു, വേണ്ട ഇവിടെ നടത്തിയെങ്കിൽ നിങ്ങൾ 2 ദിവസമെങ്കിലും ഈ ആഘോഷങ്ങൾ നിർത്തിവെക്കുക. രാജ്യം മോശമായ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു ഒരു അറുതി വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണുക. പോപ്പ് മരിച്ചപ്പോൾ നിങ്ങൾ 3 ദിവസത്തെ എന്തോ ദുഃഖാചരണം ഡിക്ലെയർ ചെയ്തുള്ളൂ. എന്തുകൊണ്ട്? രാജ്യത്തെ ഉള്ളവർ കൊല്ലാക്കൊല ചെയ്തപ്പോൾ ഈ പിണറായി വിജയനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് കാര്യം? നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇതിന് ഒരു എന്തെങ്കിലും ഒരു ദുഃഖം ഭവിക്കാനായെങ്കിലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഈ ആഘോഷങ്ങൾ നിർത്തിവെച്ചോ? നാണക്കേടാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഈ രാജ്യസ്നേഹികളെ രാജ്യദ്രോഹികളാണ്. അതുപോലെ തന്നെ ഈ വി.ഡി. സതീശനോടും രാജീവ് ചന്ദ്രശേഖരനോടും പറയാണ്, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വളരെ വളരെ മോശമാണ്. രാജീവ് ചന്ദ്രൻ്റെ ബി ടീമാണല്ലോ ഈ പിണറായി വിജയൻ കൂട്ടരും. പിന്നെ വി.ഡി. സതീശൻ, നിങ്ങൾ എവിടെയെങ്കിലും ദൂരുന്ന കടന്ന് വല്ലതും വർത്തമാനം പറയാനുള്ളത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത്. നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളുടെ എന്താ ഈ പിണറായി വിജയനോട്, ശ്രീ പിണറായി വിജയനോട് പറയാമല്ലോ, രാജ്യം ഇങ്ങനെ ഒരു ദുഃഖ സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു 2 ദിവസങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങൾ നിർത്തിവെക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? അങ്ങനെ നട്ടലില്ലേ? എന്താണ് പ്രതിപക്ഷ നേതാവേ, എന്താണ് BJP നേതാവ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ? നിങ്ങൾ അറിയുന്നുണ്ടോ ഇപ്പോൾ എത്ര മയക്കുമരുന്ന് എത്ര സുലഭമായിട്ട് ഇവിടെ ഇപ്പോൾ ട്രാഫിക് നടക്കുന്നത്? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു വാക്കും പറയാനില്ലല്ലോ. ഈ പോലീസുകാരൊക്കെ പിടിച്ച് ഇവിടെ ആവശ്യമില്ലാത്ത ഡ്യൂട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഈ മയക്കുമരുന്ന് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഒരു പാത അങ്ങ് തുറന്നു. അവിടെ ഒരു പൊട്ടലും ചീറ്റലും വരും, 2 പേര് പിടി, എത്ര എണ്ണത്തെ പിടിച്ച് ഇവരൊന്നും ഡിക്ലെയർ ചെയ്യാത്ത ഒത്തിരി കേസുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആർജവമുള്ളൊരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ ആർജവമുള്ളൊരു ബി ടീമിൻ്റെ നേതാവായ ചന്ദ്രശേഖരനോടും പറയാണ്, ഈ രാജ്യത്ത് ഇപ്പം നടക്കുന്ന ഈ മാമാങ്കം ഉണ്ടല്ലോ, ഈ AC കൂട്ടിൻ്റെ അത് കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഒരു 2 ദിവസമെങ്കിലും ഒരു ലീവ് കൊടുക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും തുടങ്ങിയോ അന്ന് തന്നെ ഇവിടെ തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയ ഇന്നലെ കണ്ടു തുടങ്ങിയപ്പോൾ ഇന്നലെ എന്തായി? ഒരു പ്രഗത്ഭ വ്യക്തിയെ നഷ്ടപ്പെട്ടു, പോപ്പ്. ഇന്നെന്തായി? അതിനുശേഷം ഉണ്ടായി കുറേ ആൾക്കാർ തീവ്രവാദികളുടെ വെടിയേറ്റ് മറിച്ച്. ഇതിങ്ങനെ തുടക്കമേ ഒരു ശകുനപ്പെശകാണ്. അതുകൊണ്ട് നേതാക്കന്മാരെ നിങ്ങൾ 2 പേരോടും പറയുന്നു, ആ മന്ത്രിയോടൊന്ന് പറയുക, 2 ദിവസത്തേക്കുള്ള ഒരു ദുഃഖാചരണത്തിനായിട്ട് മാറ്റിവെക്കുക. ഈ അമിത്ഷായും മോദിക്കും ഇതൊന്നും നോക്കാൻ കാര്യമില്ല. കാരണം അങ്ങനെ ഇവിടെ കേരളത്തിലിട്ട് അങ്ങോട്ട് പണിത് കൊടുത്തിരിക്കുകയാണ്. ആവശ്യമുള്ള കാശും കൊടുക്കും, എന്ത് കൊടുക്കും, എന്ത് തോന്നിയ ദിവസം കാണിക്കാനുള്ള സംവിധാനവും അമിത്ഷാ ചെയ്തു കൊടുക്കും, നരേന്ദ്രമോദിയും ചെയ്തു കൊടുക്കും. പിന്നെ നിർമ്മല സീതാരാമൻ ചെല്ലുമ്പോഴേ അവർ പാവം പിടിച്ച സ്ത്രീ ഈ കരച്ചിലുമ്പോൾ അവർക്ക് വെട്ടുന്ന മനസ്സ് അലിഞ്ഞു പോകും. കാരണം അവരൊരു സൗത്ത് ഇന്ത്യൻ ബേസുള്ള ലേഡിയാണ്. അതുകൊണ്ട് അവർക്ക് ഹ്യൂമാനിറ്റി ഒത്തിരി കൂടുതലുണ്ട്. അവരുടെ ഹ്യൂമാനിറ്റി കൂടുന്നുണ്ടാണ് ഈ മാമാങ്കത്തിന് കോടികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കാട്ടിക്കൂട്ടി പിന്നെ അവിടെ പോയി കാത്തിരിക്കും ലോണിന് വേണ്ടി. കൊടുത്തില്ലെങ്കിൽ അവരെ തിരിച്ച് ചീത്ത വിളിക്കും. നാണക്കേടാണ്. അതുകൊണ്ട് അമിത്ഷായോടും നമ്മുടെ നരേന്ദ്രമോദി നിങ്ങളോടൊക്കെ പറയുന്നു, നിങ്ങൾ വളർത്തുന്ന ബി ടീം നിങ്ങളവിടെ ദുഃഖത്തിലാക്കി നിങ്ങൾ ഈ കിടക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന മാമാങ്ങൾക്ക് ഒന്ന് ചെറിയൊരു 2 ദിവസമെങ്കിലും ഒരു ദുഃഖാചരണം സംഘടിപ്പിക്കാൻ പറയുക. അതുപോലെ തന്നെ വി.ഡി. സതീശനോടും ചന്ദ്രശേഖരനോടും നിങ്ങളെ കാട്ടുന്നില്ല, ദൂരെ നിന്നുകൊണ്ട് കുഴലൂത്ത് ഊന്നുന്ന സ്വഭാവം ഒന്ന് മാറ്റിവെക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക. രാജ്യത്ത് ഇന്നുണ്ടായിട്ടുള്ള ഈ കൊല്ലാക്കൊലയ്ക്ക് എന്തെങ്കിലും ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾ പ്രകടിപ്പിച്ചിരിക്കണം. നിങ്ങൾ മാത്രമല്ല, ഇവിടെ ഭരിക്കുന്നവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. വളരെ ദുഃഖത്തോടെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഖേദിക്കുന്നു. അതുപോലെ അമിത്ഷായോട് വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുന്നു, കാശ്മീർ നിങ്ങൾ എന്ത് വേണം ആയിക്കോളൂ, പക്ഷേ അവിടെ ഒരു പാവം പിടിച്ച മനുഷ്യൻ കൊല്ലാക്കൊല ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ സുരക്ഷാ വലയം നല്ല സുരക്ഷിതമായ ഏരിയ ആണെന്ന് നിങ്ങൾക്ക് തൃപ്തി വന്നതിന് ശേഷം മാത്രം അവിടെ ടൂറിസ്റ്റിനെ
പോകാൻ അനുവദിക്കുക. അതിനു മുമ്പ് വേണ്ട ഒരു സുരക്ഷാ വലയം തീർക്കുക. അതിൽ കൂടി മാത്രമേ ഈ ചൊരിച്ചിലുകൾ നിർത്താൻ പറ്റൂ. രണ്ടാമത്, ചെയ്തതിന് അടിക്കടി തന്നെ കൊടുക്കുക. അതിന് ഉഗ്രശേഷിയുള്ള എന്ത് തന്നെ ആയിരുന്നാലും പ്രതികരണം നടത്തി ഇന്ത്യ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. മേലാൽ ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അവർക്ക് ഈസി ആയിട്ടുള്ള വേ ഔട്ട് തുറന്നു കൊടുത്തു. നിങ്ങൾക്ക് ഇതെല്ലാം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക്, എനിക്ക് അതിലോട്ട് കിടക്കാൻ ഞാൻ ഇട്ടാൽ കുറച്ച് കൂടിപ്പോവും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കാരണത്തിന് വേണ്ടി നിങ്ങൾ നോക്കി നിങ്ങളെല്ലാം തുറന്നിട്ട് കൊടുത്ത തീവ്രവാദികളുടെ അകത്ത് കയറി എന്ത് കോമാളിത്തരം കാട്ടി പിന്നെ നിങ്ങൾക്ക് തിരിച്ചടി നടത്താൻ ഇത് ഒരു പൊളിറ്റിക്കൽ ഇതിനു വേണ്ടി രാജ്യത്ത് ഉപയോഗിക്കാതിരിക്കുക. പ്ലീസ്, ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കേണ്ട അമിത്ഷാജി, പ്ലീസ് ടേക്ക് കെയർ. നിങ്ങൾ ഈ രാജ്യത്തെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. സുരക്ഷിതമില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ ടൂറിസ്റ്റിനെ അനുവദിക്കാതിരിക്കുക. ഓക്കെ, കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.